കോവിഡ് കള്ളി എന്ന് വിളിച്ചത് വിഷമമുണ്ടാക്കിയെന്നാണ് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജ പറയുന്നത്. കോവിഡ് കാലത്തെ കേരളത്തിന്റെ നേട്ടങ്ങൾ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറല്ല. 5 പൈസയുടെ അഴിമതി കാട്ടിയിട്ടില്ല. മൃതദേഹങ്ങൾ ഗംഗയിലെറിയാൻ കേരളത്തിൽ കഴിയില്ല. മരണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന കേരളത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോട് താരതമ്യപ്പെടുത്താനാവില്ല എന്നും കെ ശൈലജ ന്യൂസ് 18നോട് പറഞ്ഞു. വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും ആവേശകരമായി ആൾക്കൂട്ടത്തെ ആകർഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മോടൊപ്പം ശൈലജ ടീച്ചർ തന്നെയുണ്ട്. ടീച്ചറെ, വലിയ ആവേശമാണ്. കേരളത്തിൽ ഒരിടത്തുമില്ലാത്ത ജനക്കൂട്ടവും ആരവും ഒച്ചയും ബഹളമൊക്കെയാണ് വടകരയിലുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. എങ്ങനെ കാണുന്നു ഈ എല്ലാവരുടെയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടുത്തതല്ലേ കാണുന്നുള്ളൂ, ഇവിടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട്. എന്തായാലും വടകരയിൽ നല്ല ആവേശത്തിലാണ്. ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്രായമുള്ളവരും എല്ലാം, സ്ത്രീകളുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ് എല്ലാ പ്രദേശത്തും ഉള്ളത്. അത് സ്വാഭാവികമായിട്ടും വടകര ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ LDFന് വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല, ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെ LDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നോട് തന്നെ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇത്തവണ എന്തായാലും ആ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത്. ഞങ്ങൾക്ക് നാട്ടിലെ ജനങ്ങളോടും പറയാനുള്ളത് അതാണ്. നിങ്ങൾ LDFന്റെ പ്രതിനിധിയായി എന്നെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി അവിടെ സംസാരിക്കാനൊരു അവസരം ഉണ്ടാവും. ഞാൻ MLA ആയിട്ടുണ്ട്, മന്ത്രി ആയിരുന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം തന്നെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഏറ്റവും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒറ്റക്കല്ല, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ്, നല്ല ടീം ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു MLA ആകുമ്പോഴുള്ള വർക്കല്ല മന്ത്രിയുടേത്. മന്ത്രിയാകുമ്പോഴുള്ള ആ രീതിയിലുള്ള പ്രവർത്തനമല്ല ഒരു പാർലമെൻറ്റ് മെമ്പർ ആകുമ്പോൾ. പക്ഷേ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ബാധിക്കുന്ന നിയമങ്ങൾ പാസ്സാകുമ്പോൾ അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഗുണം ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 പാസ്സാക്കി. ആ സമയത്ത് തന്നെ ഇടതുപക്ഷം നല്ല വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു, അതിനെ എതിർത്തിരുന്നു. കാരണം നമ്മളിവിടുത്തെ പൗരത്വ രജിസ്ട്രേഷനൊന്നും എതിരല്ല. അതായത് സെൻസസ് നടത്താറുണ്ടല്ലോ സാധാരണ. 2021 സെൻസസ് പെൻഡിങ്ങിലാണ്. ആ സെൻസസ് പോപ്പുലേഷൻ രജിസ്ട്രേഷൻ കൃത്യമായിട്ടുണ്ടായാൽ തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ മതവിഭാഗങ്ങളുടെ എണ്ണം, അതിലുള്ള ആളുകളുടെ എണ്ണം, പ്രത്യേക ഒരു സംസ്ഥാനത്തുള്ള പൗരന്മാരുടെ എണ്ണം എല്ലാം വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ പൗരത്വ രജിസ്ട്രേഷൻ കുറ്റമറ്റ രീതിയിൽ നടത്തുകയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എന്നാൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ, എന്നാൽ അതിന് പകരം പുതിയ പൗരത്വ രജിസ്ട്രേഷൻ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്, ബില്ല് അമെൻഡ് ചെയ്തുകൊണ്ട്. അതിനകത്തുള്ള ചില പരാമർശങ്ങളാണ് ചില ദുസ്സൂചനകൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ അമെൻമെൻറ്റ് പറയുന്നത് ഈ നാട്ടിൽ ഇന്ത്യയിൽ എവിടെ നിന്നൊക്കെയോ ആളുകൾ വന്നിരിക്കുന്നു, പിന്നെ വെളിയിൽ നിന്നൊക്കെ. അങ്ങനെ വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കും. പക്ഷേ ഒരു മതത്തിനെ മാത്രമേ അതിനകത്ത് കാണാനില്ല.